കടലിന് മുകളിൽ നമ്മൾ കാണുന്നത് നീലവെള്ളം മാത്രം. പക്ഷേ അതിന് താഴെ വലിയൊരു ലോകമുണ്ട്. നമ്മൾ ഇതുവരെ അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത വലിയ മത്സ്യസമ്പത്ത് അവിടെ കിടക്കുന്നു. ഇപ്പോൾ ആ ആഴക്കടലിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുകയാണ് ഇന്ത്യ. മത്സ്യബന്ധന മേഖലയിൽ വലിയ മാറ്റത്തിനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ആഴക്കടലിലെ മത്സ്യസമ്പത്ത് കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ നൽകാനും സമുദ്രോൽപ്പന്ന കയറ്റുമതി കൂട്ടാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ഇത് വെറും മത്സ്യബന്ധനത്തിന്റെ കാര്യമല്ല, രാജ്യത്തിന്റെ നീല സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ള വലിയ നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. സമുദ്രത്തിന്റെ 200 മീറ്ററിന് താഴെയുള്ള ഭാഗങ്ങളിൽ വലിയ തോതിൽ മത്സ്യസമ്പത്ത് ഉണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടാത്ത നിരവധി വിഭവങ്ങളുണ്ട്. ആഴക്കടലിൽ ചെമ്മീൻ, പെർച്ച്, ട്യൂണ വിഭാഗത്തിലെ മത്സ്യങ്ങൾ, ഫ്ലാറ്റ് ഫിഷുകൾ, ഈലുകൾ തുടങ്ങിയ പല ഇനങ്ങളും ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഇവയിൽ പലതിനും രാജ്യാന്തര വിപണിയിൽ നല്ല വില ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് സർക്കാർ. ആഴക്കടലിൽ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ എളുപ്പമാക്കാൻ ഡിജിറ്റൽ ലൈറ്റർ ഓഫ് ഓതറൈസേഷൻ കൊണ്ടുവരികയാണ് കേന്ദ്രം. മത്സ്യബന്ധനത്തിനുള്ള അനുമതി നേടുന്ന നടപടികൾ കൂടുതൽ ലളിതമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഓൺലൈൻ സംവിധാനത്തിലൂടെ അനുമതി നേടാൻ കഴിയുന്ന രീതിയിലാണ് മാറ്റം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയും രാജ്യാന്തര സമുദ്ര മേഖലയും ഇന്ത്യൻ കപ്പലുകൾ പിടിക്കുന്ന മത്സ്യങ്ങൾക്ക് ചില പുതിയ തീരുവ ഇളവുകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പിടിക്കുന്ന മത്സ്യം വിദേശ തുറമുഖങ്ങളിൽ ഇറക്കിയാൽ അത് കയറ്റുമതിയായി കണക്കാക്കാനും വഴിയൊരുങ്ങും. ഇത് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് വലിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ കടൽ അത്ര ചെറുതല്ല. ഇന്ത്യയുടെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ നീളുന്ന വലിയ കടൽ മേഖലയാണ് പ്രത്യേക സാമ്പത്തിക മേഖല. ഏകദേശം 23.72 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തീർണം. ഈ പ്രദേശത്തെ സമുദ്ര വിഭവങ്ങളിൽ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് പ്രത്യേക അവകാശമുണ്ട്. എന്നാൽ ഇത്രയും വലിയ കടൽ മേഖലയുടെ മുഴുവൻ സാധ്യതയും ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇവിടെയാണ് പുതിയ പദ്ധതികളുടെ പ്രാധാന്യം. കൂടുതൽ ആഴത്തിലേക്ക് മത്സ്യബന്ധനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ തീരക്കടലിൽ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥ കുറയ്ക്കാം. ഇത് മത്സ്യത്തൊഴിലാളികൾക്കും ആശ്വാസമാകാം. തീരത്തോട് ചേർന്നുള്ള കടൽ മേഖലയിൽ മത്സ്യബന്ധനം വർദ്ധിച്ചു വരികയാണ്. അതോടെ ചില പ്രദേശങ്ങളിൽ മത്സ്യസമ്പത്തിന് സമ്മർദ്ദം കൂടുന്നു. പുതിയ മത്സ്യബന്ധന മേഖലയിൽ കണ്ടെത്തിയാൽ ഈ സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. ആഴക്കടലിലേക്ക് പോകുന്നതിലൂടെ കൂടുതൽ ഇനം മത്സ്യങ്ങളെ കണ്ടെത്താനും കഴിയും. അതോടൊപ്പം കയറ്റുമതിക്കും പുതിയ സാധ്യതകൾ തുറക്കും. വിദേശ വിപണിയിൽ ആവശ്യക്കാർ കൂടുതലുള്ള മത്സ്യങ്ങൾ ലഭിച്ചാൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഉയരാനും സാധ്യതയുണ്ട്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനത്തിനും വഴിയൊരുക്കാം. കടലുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ചേർത്താണ് നീല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മത്സ്യബന്ധനം, തുറമുഖങ്ങൾ, കടൽ ഗതാഗതം, സമുദ്ര വിഭവങ്ങൾ, കടൽ വിനോദസഞ്ചാരം തുടങ്ങി പല മേഖലകളും ഇതിൽ ഉൾപ്പെടുന്നു. 2021 തന്നെ സമുദ്ര വിഭവങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തി വലിയൊരു നീല സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഏകദേശം $100 ബില്യൺ സമ്പദ് വ്യവസ്ഥയാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായി മത്സ്യബന്ധന മേഖലയിലും കൂടുതൽ ശ്രദ്ധ നൽകുകയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ്. ലോകത്തെ മൊത്തം മത്സ്യ ഉൽപാദനത്തിന്റെ ഏകദേശം 8% ഇന്ത്യയിൽ നിന്നാണ്. എന്നാൽ രാജ്യത്തിന്റെ വലിയ കടൽ മേഖല കണക്കിലെടുത്താൽ ഇനിയും വളരെയധികം സാധ്യതകൾ ബാക്കിയുണ്ടെന്നാണ് വിലയിരുത്തൽ. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പ്രതിവർഷം ഏകദേശം 7.16 ദശലക്ഷം ടൺ മത്സ്യസമ്പത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതയുടെ ഒരു ഭാഗം പോലും മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ മത്സ്യബന്ധന മേഖലയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. ഇന്ത്യൻ മത്സ്യബന്ധനം ഇനി രാജ്യത്തിന്റെ കടൽ പരിധിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന ലക്ഷ്യവും സർക്കാരിനുണ്ട്. ട്യൂണ പോലുള്ള വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങൾ ധാരാളമായി ലഭിക്കുന്ന രാജ്യാന്തര കടൽ മേഖലയിലേക്കും മത്സ്യബന്ധനം വ്യാപിപ്പിക്കാനാണ് നീക്കം. ഇതിനായി ലൈറ്റർ ഓഫ് ഓതറൈസേഷൻ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അനുമതി ലഭിച്ച ഇന്ത്യൻ കപ്പലുകൾക്ക് നിശ്ചിത നിയമങ്ങൾ പാലിച്ച് രാജ്യാന്തര സമുദ്ര മേഖലകളിൽ മത്സ്യബന്ധനം നടത്താൻ ഇതിലൂടെ സാധിക്കും. ഇത് രാജ്യത്തിന്റെ മത്സ്യ കയറ്റുമതിക്ക് പുതിയ വാതിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷ. മത്സ്യബന്ധന മേഖലയുടെ വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ ഇതിനകം വലിയ തുക നിക്ഷേപിച്ചിട്ടുണ്ട്. വിവിധ പദ്ധതികളിലായി 39,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് നൽകിയിട്ടുള്ളത്. തുറമുഖങ്ങൾ, മത്സ്യബന്ധന കപ്പലുകൾ, ശീതീകരണ സൗകര്യങ്ങൾ, സംഭരണം, സംസ്കരണം, കയറ്റുമതി എന്നിവ മെച്ചപ്പെടുത്താൻ ഇത്തരം നിക്ഷേപങ്ങൾ സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴക്കടലിൽ മത്സ്യബന്ധനം എളുപ്പമുള്ള ജോലിയല്ല. വലിയ കപ്പലുകളും മികച്ച ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും പരിശീലനവും വേണം. കടലിലെ കാലാവസ്ഥയും ശ്രദ്ധിക്കണം. ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മാറ്റത്തിന്റെ ഗുണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നത് അത്ര തന്നെ പ്രധാനമാണ്. അമിത മത്സ്യബന്ധനം ഉണ്ടായാൽ ഇത് വലുതായി തോന്നുന്ന സമ്പത്ത് നാളെ കുറയാം. ആയതിനാൽ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആഴക്കടൽ വിഭവങ്ങൾ ഉപയോഗിക്കാവൂ. ഇന്ത്യ ഇപ്പോൾ കടലിന്റെ കൂടുതൽ ആഴത്തിലേക്ക് നോക്കുകയാണ്. അവിടെ കിടക്കുന്ന മത്സ്യസമ്പത്ത് രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടം നൽകാം. പുതിയ തൊഴിലവസരങ്ങളും കയറ്റുമതി വരുമാനവും ഉണ്ടാകാം. പക്ഷേ ഈ നിധി കണ്ടെത്തുമ്പോൾ കടലിനെ സംരക്ഷിക്കുന്നതും മറക്കരുത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും കടൽ സമ്പത്ത് നിലനിൽക്കുകയും ചെയ്താൽ മാത്രമേ ഈ
ഈ പുതിയ നീക്കം യാഥാർത്ഥ്യമായി വിജയിക്കൂ. ഇന്ത്യയുടെ കടലിനി വെറും അതിർത്തിയല്ല, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയൊരു അവസരം കൂടിയാണ്. ഈ അവസരം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇനി കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.